യമനിൽ യുഎസ് നടത്തിയ ആക്രമണം അനവസരത്തിലാണെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. ട്രംപിന്റെ നടപടി എരുതിയിൽ എണ്ണയൊഴിച്ചുവെന്നാണ് വിലയിരുത്തൽ. ലോകരാജ്യങ്ങളുടെ പ്രതികരണവും സൂചിപ്പിക്കുന്നത് ഇതാണ്. ചെങ്കടലിൽ ഹൂതികൾ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് യമനിൽ ആക്രമണം നടത്തിയത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഗസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടെ യമനിൽ യുഎസ് നടത്തിയ ആക്രമണത്തെ ലോകം സംശയത്തോടെയാണ് കാണുന്നത്. ശരിക്കും ഗസയിൽ ട്രംപ് സമാധാനം പുലരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഗസയിലെ ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും അല്പം ക്ഷീണാവസ്ഥയിലായപ്പോഴും ഇസ്രയേലിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ സായുധ ഗ്രൂപ്പാണ് ഹൂതികൾ. യമനിലെ ശക്തമായ സാന്നിധ്യമാണ് ഈ വിമതസേന. മറ്റൊരർത്ഥത്തിൽ യമൻ എന്നാൽ ഹൂതികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. പിന്നാലെ ഇതുവഴിയുള്ള കപ്പൽ സഞ്ചാരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലച്ചു. ലോകം വലിയ പ്രതിസന്ധിയിലാകുകയും ചെയ്തു. അതിനൊപ്പം ഇസ്രയേലിലും ഹൂതികൾ ആക്രമണം നടത്തി. അത്യാധുനിക ആയുധങ്ങളുമായി നിരന്തരം ഹൂതികൾ ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ലോകശക്തിയായ യുഎസിനെ പോലും അമ്പരപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രസിദ്ധമായ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും നിഷ്പ്രഭമാക്കിയാണ് ഹൂതികൾ കളം നിറഞ്ഞത്. ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെയാണ് ഹൂതികൾ ആയുധം താഴെ വെച്ചത്. എന്നാൽ ഗസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടതോടെ ചെങ്കടലിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ ഭീഷണി മുഴക്കി. പിന്നാലെയാണ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് യുഎസ് യമനെ ആക്രമിച്ചത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് യുഎസ് അവകാശപ്പെടുന്നത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USS ട്രൂമാൻ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് യുഎസ് യമനെ ആക്രമിച്ചത്. ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയാണ് ഹൂതികൾ തിരിച്ചടിച്ചത്. 48 മണിക്കൂറിൽ 3 തവണയാണ് ഹൂതികൾ US യുദ്ധക്കപ്പൽ ആക്രമിച്ചത്. അതിനിടെ ഗസയിൽ അതിശക്തമായ ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുകയാണ്. ഗസയിലെ വ്യോമാക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെ നശിപ്പിക്കുക, ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഇത് രണ്ടുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ. ഇത് രണ്ടും സാധ്യമാകുന്നതുവരെ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. അതിനിടെ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹൂതികൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും വന്നു. ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഇസ്രായേലിന്റെ സുഹൃത്തായ യുഎസിനെതിരെ ആക്രമണം നടത്തുന്നതിനിടെയാണ് ഇസ്രയേലിനെതിരെയും ഹൂതികൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. 400 പേരുടെ ജീവനെടുത്ത ഇസ്രയേലിന്റെ ഗസ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ സായുധ ഗ്രൂപ്പ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഇസ്രായേലിന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധത്തിൽ യുഎസും നേരിട്ട് ഇടപെട്ടതോടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ്.